ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. Hi, hello, very good evening and welcome to Red Carpet on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇതാ റെഡ് കാർപ്പറ്റുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൺഡേസിലും ഈ ഒരു ടൈം ആകുമ്പോൾ, ഈ ഒരു 7 മണി സമയമാകുമ്പോൾ എല്ലാ ലിസണേഴ്സും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇന്ന് ഏത് സെലിബ്രിറ്റി ആയിരിക്കും നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ എത്തിച്ചേരുക, ഏത് സെലിബ്രിറ്റിയുടെ വിശേഷങ്ങളായിരിക്കും കേൾക്കുക എന്നിങ്ങനെ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പൊ എന്തായാലും ആ ക്യൂരിയോസിറ്റിക്ക് വിരാമം ഇട്ടുകൊണ്ട് വീണ്ടും ഒരു റെഡ് കാർപ്പറ്റ് ഷോ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കുട്ടി ആക്ടറാണ് കേട്ടോ. മാലിക് എന്ന സിനിമയിലൂടെ, ഫഹദ് ഫാസിലിന്റെ മാലിക് എന്ന സിനിമയിലൂടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നു. പിന്നീട് അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സുഷിൻ ശ്യാമിന്റെ റേ എന്ന മ്യൂസിക്കൽ ആൽബത്തിലൂടെ തിളങ്ങി നിൽക്കുന്ന ഒരു കുട്ടി ആർട്ടിസ്റ്റ് അർച്ചിത് അഭിലാഷ് ആണ് നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. ഹായ് അർച്ചിത്, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഹലോ, നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ട് ഇരിക്കുന്നോ? ഓക്കെ. അപ്പൊ സൺഡേ ആയിട്ട് എന്താണ് മോനെ പരിപാടി? ഞാൻ കളിച്ചു, പിന്നെ ഇവിടെ വീട്ടില് വെറുതെ വീട്ടിലിരിക്കുക. വെറുതെ വീട്ടിലിരിക്കുമ്പോ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നേ ഫ്രീ ടൈം കിട്ടുമ്പോ? ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കും. ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കും. പിന്നെ എന്ത് ചെയ്യും? സിനിമ കാണും. പിന്നെ പുറത്തേക്ക് പോവും. പുറത്തേക്ക് ഓക്കെ. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ? നല്ല ഇഷ്ടമാണ്. അപ്പൊ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഇതുവരെ? ഇതുവരെയായിട്ട് വെക്കേഷൻ ഒക്കെ തായ്ലാന്റ്, ബാങ്കോക്ക് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി. അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് പോയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ ട്രിപ്പ് പോയിട്ട്? തായ്ലാന്റ് ആവും. തായ്ലാന്റ് ആണോ? ഓക്കെ. തായ്ലാന്റ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാ. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആണോ? എനിക്ക് വയ്യ. എന്നിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ടേസ്റ്റ് പിടിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ വന്നപ്പോ മിസ് ചെയ്തോ ഫുഡൊക്കെ? എന്നിട്ട് അമ്മയോട് പറഞ്ഞോ, അമ്മ ഈ രീതിയിൽ എനിക്ക് ചെയ്തു തരുമോ, പ്രിപ്പയർ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചോ? ചോദിച്ചു. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞു അവിടുത്തെ ഫുഡൊന്നും ഇവിടെ ഇല്ലാലോന്ന്. അവിടുത്തെ ഫുഡൊന്നും ഇവിടെ ഇല്ല. എന്നാലും പറയണ്ടേ, നമുക്ക് യൂട്യൂബ് നോക്കി കണ്ടു പഠിക്കാലോ. അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോന്നൊക്കെ ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കണം. അപ്പൊ ഇനി ഇന്റർവ്യൂ കഴിയുമ്പോ ചോദിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ ഇപ്പൊ 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അല്ലേ? ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയുന്നു? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? 2 ഉണ്ട്, വിവാനും പ്രണവും എന്നും പറഞ്ഞിട്ട്. 2 പേരുണ്ടല്ലേ, വിവാനും പ്രണവും. എന്നാലും ഇവർ 2 പേരിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? 2 ഇഷ്ടം. 2 ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഈ 2 പേരെ? 2 നല്ല കൈൻഡ് ആണ്. പിന്നെ എന്റെ ഒപ്പം എപ്പോഴും കളിക്കും. ഭയങ്കര ലവിങ് ക്യാരക്ടർ ആണല്ലേ? എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഈ ചങ്ക് വലിച്ചു ചേരുന്ന ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലാണോ? അങ്ങനെ പറയാല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്. ചേച്ചിയുണ്ടല്ലേ. ചേച്ചി എന്താ ചെയ്യുന്നേ? ചേച്ചി ഇപ്പൊ 10th പഠിക്കുകയാണല്ലേ. ചേച്ചിക്ക് ഈ അഭിനയിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? മേരി ആവാസുനുവില് അഭിനയിച്ചിട്ടുണ്ട് എന്റെ ഒപ്പം. മേരി ആവാസുനുവിലും മോന്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വേറെ സിനിമയിലൊന്നും ട്രൈ ചെയ്തില്ലേ? വേറൊന്നും ചെയ്തിട്ടില്ല ചേച്ചി. ചെയ്യാൻ ഇഷ്ടമല്ല, അങ്ങനെ അഭിനയിക്കാൻ ഇഷ്ടമല്ലേ? അതെന്തോ പറ്റി? ആളുകളെ കാണുമ്പോ പേടിയാ? അതല്ലേ, ആങ്സൈറ്റി ഉണ്ടല്ലേ? ഓക്കെ. അർച്ചിത്തിനുണ്ടോ അത്തരത്തിലുള്ള ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ? അത് ചില സമയത്താണല്ലോ, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടാ. അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? ആ ഒരു ഇഷ്ടം കൊണ്ട് ആങ്സൈറ്റി ഒക്കെ നമ്മളങ്ങ് കുറച്ചു നേരത്തേക്ക് മറന്നു പോകും അല്ലേ? ഓക്കെ. ഇപ്പൊ എല്ലാരും തിരിച്ചറിഞ്ഞൊക്കെ തുടങ്ങിയോ? സെൽഫിയൊക്കെ എടുത്തോട്ടെ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ച ആളുകൾ അടുത്ത് വരാറുണ്ടോ? അത്രയൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ട്. എന്നാലും കാണുമ്പോ വരാറുണ്ടല്ലേ? ആ ബ്ലൂ ഹെയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ആ ബ്ലൂ ഹെയർ തന്നെയാണോ അല്ലെങ്കിൽ ബ്ലാക്കിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ ബ്ലാക്കിലേക്കായി. അതെന്തോ പറ്റി? അത് വേറൊരു മൂവി കിട്ടിയായിരുന്നു, അതുകൊണ്ട് നമ്മൾ മാറ്റി. അതുകൊണ്ട് നമ്മൾ ആ ഹെയർ അങ്ങ് മാറ്റിയല്ലേ? ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഹെയർ കളർ? എനിക്ക് നല്ല ഇഷ്ടമായി. ഭയങ്കര വിഷമമായല്ലേ പിന്നെ ബ്ലാക്കിലോട്ട് വന്നപ്പോ? സാരമില്ല, ഈ സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ബ്ലൂവിലേക്ക് പോവാം കേട്ടോ. അപ്പൊ മാലിക് എന്ന സിനിമയിലാണ് മോൻ ആദ്യമായിട്ട് അഭിനയിച്ചല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ആര് വഴിയിട്ട് ആ ഒരു സിനിമയിലേക്ക് എത്തിയത്? കാസ്റ്റിംഗ് കോൾ. കാസ്റ്റിംഗ് കോൾ വിളിച്ചപ്പോ അങ്ങനെ ചെന്ന് ജസ്റ്റ് ട്രയൽ നോക്കി അങ്ങനെ എടുത്താണല്ലേ? അപ്പൊ അവര് ആ ഒരു കാസ്റ്റിംഗ് കോളിൽ വിളിച്ച് മോന്റെ കഴിവൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആരുടെ മുമ്പിലായിരുന്നു ആദ്യമായിട്ട് ആക്ട് ചെയ്ത് കാണിച്ചത്? അത് ഡയറക്ടറിന്റെ മുമ്പിലായിരുന്നു. ഡയറക്ടറിന്റെ മുമ്പിൽ? ഏത് ഡയറക്ടറാന്ന് ഓർക്കുന്നുണ്ടോ? മഹേഷ് നാരായൺ സാറിന്റെ മുമ്പിൽ അല്ലേ? എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞ ആക്ടിങ് കണ്ടിട്ട്? അത് ഓർമ്മയില്ല.
കൊറേ ചെറിയ കുട്ടിയാവുമ്പോഴായിരുന്നു. ചെറിയ കുട്ടി, ചെറിയ പ്രായത്തിലോ? അപ്പൊ എത്ര വയസ്സിലായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു കാസ്റ്റിംഗ് കോൾ വന്നപ്പോഴത്തേക്കും പോയത്? 4.5. എന്റെ പൊന്നെ, ആ ഒരു ഏജിലെ അഭിനയിച്ചു തുടങ്ങിയ ആളാണോ ഈ സംസാരിക്കുന്നേ? ഓക്കെ. ഈ മാലിക് സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചല്ലേ? ഫഹദ് കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ഫഹദ് കണ്ടില്ല, എന്താ വെച്ചാ ഫഹദ് ചൈൽഡ്ഹുഡ് ആയിരുന്നു. ചൈൽഡ്ഹുഡ് ആയിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ആ ഒരു ചൈൽഡ്ഹുഡ് അഭിനയിച്ചതിന് ശേഷം പിന്നീട് സെറ്റിൽ പോയിട്ടില്ലല്ലേ? എന്നാലും കാണണോന്നുള്ളൊരു ആഗ്രഹത്തെ പ്രതി എപ്പോഴെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നോ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്? അത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും കാണണം എന്നുണ്ടായിരുന്നു. വേറെ ആരെങ്കിലും ഒക്കെ കണ്ടു വന്നിട്ട് സിനിമയിലെ നടിമാരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നടന്മാരെയൊക്കെയോ? വേറെ സിനിമയില് കണ്ടിട്ടുണ്ട്. വേറെ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ, അതേത് സിനിമയാ? മേരിയാവസുനോ എന്നിട്ട് ജയസൂര്യങ്ങളുടെ ഒപ്പം. അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിച്ചിട്ട് എന്ത് പറഞ്ഞു ജയസൂര്യ സാറ്? കൊറേ പറഞ്ഞു. നല്ല ക്ലോസ് ആയിരുന്നു. ലേടാ പോടാ ബന്ധമൊക്കെ ആയിരുന്നു? അങ്ങനെയൊന്നും അല്ലായിരുന്നു, എന്നാലും ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡ് ആയിരുന്നു അല്ലേ? എന്തൊക്കെ പറഞ്ഞു തന്നിട്ട് അഭിനയത്തിന്റെ കാര്യത്തില്? നമ്മള് അങ്ങനെ കൊറേ സംസാരിച്ചു. ഇനി അടുത്ത പടത്തിലേക്ക് വിളിക്കാന്ന് പറഞ്ഞായിരുന്നോ കൂടെ അഭിനയിക്കാനായിട്ട്? അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് കാണാൻ വരാറുണ്ട്. ഇതായിട്ടൊന്നും വന്നിട്ടില്ല. കോഴിക്കോട് വരുമ്പോ കാണാൻ പോവാറുണ്ട്. അപ്പൊ ഈ അഭിനയത്തില് നമ്മളിപ്പോ അഭിനയിച്ചു വരുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്തെന്ന് വെച്ചാൽ ഈ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കണമെന്നായിരിക്കും അല്ലേ? ലെജൻഡറി എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക അങ്ങനെയുള്ളവരുടെയൊക്കെ കൂടെ അഭിനയിക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലേ? അപ്പൊ മോൻ എന്തായാലും അതൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത്തരത്തില് നമ്മുടെ ലാലേട്ടന്റെ കൂടെ ഒരു ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലേ? എന്തായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? അത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു അന്ന്. എന്തൊക്കെ പറഞ്ഞു ലാലേട്ടൻ? കൊറേ ചോദ്യം ചോദിച്ചു. ഏതാ സ്കൂള്, എത്ര വയസ്സാന്നൊക്കെ ചോദിച്ചു. അഭിനയം കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞോ? നന്നായി ചെയ്തോന്ന് പറഞ്ഞു. അടിപൊളിയാണ്ട്, ഭയങ്കര സന്തോഷായല്ലേ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു? അപ്പൊ ഇനി അടുത്ത ആളുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹം? മമ്മൂട്ടി. ഞാനിത് പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ, മമ്മൂക്കയുടെ കൂടെ. എന്നിട്ട് എന്തെങ്കിലും ചാൻസ് വന്നോ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനായിട്ട്? ഇതുവരെ വന്നിട്ടില്ല, എന്നാലും ഭാവിയിൽ എപ്പോഴെങ്കിലും കിട്ടട്ടെ കേട്ടോ. അപ്പോഴേ ഈ പൊതുവേ നമ്മൾ ഈ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്, വലുതാകുമ്പോൾ ആരാകാൻ ആഗ്രഹം? അൽസിത്തിനോട് പറഞ്ഞ ആരാകാനായിരിക്കും ആഗ്രഹം? നടനായിട്ട് മാറാനാണോ അല്ലെങ്കിൽ നടനായിട്ട് വേറെ എന്തെങ്കിലും ഒരു ജോലി കൂടി നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ചിലപ്പോ ആക്ടർ അല്ലെങ്കിൽ ഫുട്ബോളറൊക്കെ ആവാനാണ് ആഗ്രഹം. ഫുട്ബോൾ പ്ലെയർ ആവാനായിട്ട് ആഗ്രഹം ഉണ്ടല്ലേ? ആരുടെ ഫാനാ ഫുട്ബോളില്? മെസ്സിയോ റൊണാൾഡോ ആണ്, പക്ഷെ കുറച്ചും കൂടി ഒരു മെസ്സി ഫാൻ ആണ്. മെസ്സി ഫാൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. റൊണാൾഡോയെ ഇഷ്ടമാണ്, എന്നാലും കുറച്ചു കൂടുതൽ മെസ്സിയോടാണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും അർച്ചിത്ത് ഒന്നെങ്കിൽ സിനിമാ നടനാകും, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊരു ഫുട്ബോൾ പ്ലെയർ ആകും അല്ലേ? ഇപ്പോഴേ പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ മോനെ, നമ്മൾ അടുത്തായിട്ട് ഒരു ഗെയിം സെഗ്മെന്റിലേക്ക് പോവാണ് കേട്ടോ. ഗെയിം എന്തെന്ന് വെച്ചാല്, ഈ കൊറേ സിനിമകള് കാണാറുള്ള ആളാണോ അർച്ചിത്ത്? കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടം ആളുടെ സിനിമ കാണാനോ? ഏറ്റവും ഇഷ്ടം ജയസൂര്യങ്കൾ അല്ലെങ്കിൽ മോഹൻലാലോ അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം അല്ലേ? ഓക്കെ. അവരുടെ കൂടെ അഭിനയിച്ചുകൊണ്ട് അവരോട് കുറച്ച് കൂടുതൽ ഇഷ്ടം കൂടുതലാണല്ലേ? അപ്പൊ എന്തായാലും സിനിമയില് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ തന്നെ മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങളുടെ പേര് ഞാൻ പറയും. അപ്പൊ അത് ഏത് സിനിമയാന്ന് കണ്ടുപിടിക്കണം. അയ്യോ, ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ആലോചിക്കാം. ഒരു വഴിയും ഇല്ലെങ്കിൽ ഞാൻ ഓപ്ഷൻ തരാം കേട്ടോ. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ ഏത് സിനിമയെന്നറിയോ? മംഗലശ്ശേരി നീലകണ്ഠൻ നമ്മുടെ ലാലേട്ടന്റെ ഒരു മറക്കാനാകാത്ത ഒരു ക്യാരക്ടറാണ്. സിനിമ കണ്ടിട്ടുണ്ടോ? മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പേരിൽ ഏതെങ്കിലും സിനിമ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മ വരുന്നില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഓപ്ഷൻസ് തരാം. 1 നരസിംഹം, 2 ദേവാസുരം, 3 ആറാം തമ്പുരാൻ. ഉറപ്പാണോ? മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ. വേണ്ട. അപ്പൊ ദേവാസുരം കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ക്യാരക്ടർ നെയിമിലേക്ക് പോവുകയാണ്. ഷമ്മി ഹീറോ ആടാ. ഹീറോ ഏത് സിനിമയാ? ഓക്കെ, കുമ്പളങ്ങി നൈറ്റ്സ് കേട്ടോ. അപ്പൊ രണ്ടാമതും നമ്മുടെ അർച്ചിത് അപ്പൊ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് ഈപ്പൻ പാപ്പച്ചി. നമ്മുടെ ദിലീപേട്ടൻ അഭിനയിച്ച ഒരു അടിപൊളി സിനിമയാണ്, നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമയാണ്. ദിലീപേട്ടൻ കള്ളനായിട്ട് അഭിനയിച്ച സിനിമയാണ്. ഓപ്ഷൻസ് പാണ്ടിപ്പട, മീശമാധവൻ. കള്ളൻ എന്ന് പറഞ്ഞപ്പോഴേ കത്തിയല്ലേ? ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഇനി അടുത്തത് ബിലാല്. ബിലാൽ ആരാണ്? മമ്മൂട്ടിയാണോ? മമ്മൂക്കയാണ് ബിലാലായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഏത് സിനിമയാണെന്നറിയോ? ബിഗ് ബി ആണോ? യെസ്, കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ. ഇനി ഒരു ക്യാരക്ടർ നെയിം കൂടെ ഉണ്ട്, ദശമൂല ദാമു. നമ്മുടെ സുരാജ് ഏട്ടന്റെ ഒരു ക്യാരക്ടറാണ്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോ കാണാറില്ലേ ദശമൂലം ദാമുവിന്റെ?
പോസ്റ്റും കാര്യങ്ങളും ഒക്കെ. ഉം. അത് ഏത് സിനിമയാ? ദശമൂലം ദാമു മമ്മൂക്കയുടെ സിനിമയാട്ടോ. ഇല്ല. ഓർമ്മയില്ല, അങ്ങോട്ട് കിട്ടണില്ല. കിട്ടണില്ല. ഞാൻ പറയട്ടെ, ചട്ടമ്പിനാട്. ഓ, കണ്ടിട്ടുണ്ടോ ചട്ടമ്പിനാട്? അറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലേ? ഓക്കെ, സാരമില്ല. എന്തായാലും 5-ൽ 4 സ്കോർ ചെയ്തിരിക്കുകയാണ്, 4 മാർക്ക്. അപ്പോൾ നമ്മുടെ അർച്ചിത്ത് സ്കോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. വെൽക്കം. അപ്പൊ അടുത്തൊരു ചോദ്യം ഇതാണ്, ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോമഡി ആക്ടർ ആരാ? കോമഡി ആക്ടർ പെട്ടെന്ന് ആരാ മനസ്സിലേക്ക് വരുന്നേ? കോമഡി ആക്ടർ എന്ന് പറയുമ്പോ കോമഡിയൊക്കെ അഭിനയിക്കുന്ന ഒരു ആക്ടർ, നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള നടന്മാരിൽ ആരായിരിക്കും? ഷാജി പാപ്പൻ. ഓക്കെ, ഷാജി പാപ്പൻ. പെട്ടെന്ന് നമ്മുടെ ജയസൂര്യ സാറിന്റെ ആ ഒരു ക്യാരക്ടർ വരുന്നത് അല്ലേ? ആട് എത്ര വട്ടം കണ്ടിട്ടുണ്ട്? ആട് കൊറേ വട്ടം കണ്ടിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടാ. അത്രയ്ക്ക് ഇഷ്ടമുള്ള മൂവിയാണോ? അടിപൊളി. അപ്പൊ അതുപോലെയൊക്കെ അഭിനയിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ? കോമഡി ആയിട്ട് അഭിനയിക്കാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഭയങ്കര ഈ സൈക്കോ ആയിട്ടൊക്കെ അഭിനയിക്കാനാണോ താല്പര്യം? ഏതാ ഇഷ്ടം? ഫൈറ്റോ? അടിപൊളി. അതായത് നായകനായിട്ട് വന്ന് ഫൈറ്റ് ചെയ്യാനാണോ ഇഷ്ടം, വില്ലനായിട്ട് വന്ന് ഫൈറ്റ് ചെയ്യാനാണോ ഇഷ്ടം? അത് രണ്ടായാലും കുഴപ്പമില്ല, ഫൈറ്റ് ഉണ്ടായാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അർച്ചിത് പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടില്ല. പിന്നെ ഡയലോഗ് ഒക്കെ പറയോ? ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യോ? മിമിക്രി ഒക്കെ ചെയ്യോ? മോണോ ആക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിട്ട് ഒരു മോണോ ആക്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കോ? അയ്യോ, പെട്ടെന്ന് വല്ലപ്പോ കിട്ടുന്നില്ലല്ലേ? പെട്ടെന്ന് പറയുമ്പോ ഇതുവരെയായിട്ട് ഒരു പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഡയലോഗ്സ് ഒക്കെ ഒന്ന് മറന്നുപോയി. ഡയലോഗ്സ് മറന്നുപോയില്ല. എന്നാലും സാരമില്ല, ഒരു 2 വരി ഏതെങ്കിലും സിനിമയിലെ മറക്കാനാകാത്ത ഡയലോഗ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പാപ്പനെ തൊട്ടാ പാപ്പൻ സഹിക്കും, പക്ഷെ പാപ്പന്റെ പിള്ളേരെ തൊട്ടാ അത് പാപ്പൻ സഹിക്കില്ല. ഇതിനി അടുത്ത പ്രാവശ്യം ജയസൂര്യ സാറിനെ കാണുമ്പോ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. പറഞ്ഞിട്ടുണ്ടോ ഇത് നേരത്തെ ഈ ഡയലോഗൊക്കെ? ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോ ഉറപ്പായിട്ട് ഈ ഡയലോഗ് പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ചിലപ്പോ ഇനി പറയാൻ പറ്റത്തില്ല, കുട്ടിപ്പാപ്പനായിട്ടൊക്കെ അഭിനയിക്കാൻ വിളിച്ചാലോ. മോനപ്പോ കല്യാൺ സിൽക്സിന്റെ ആഡിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ, പൃഥ്വിരാജ് അങ്കിളിന്റെ കൂടെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം എങ്ങനെയായിരുന്നു? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നോ? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു? കൊറേ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഷോർട്ട് ആയിപ്പോഴാ വന്നേ. ആണല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അഭിനയിച്ചിട്ട് അങ്ങ് പോയല്ലേ? തിരക്കായിരുന്നല്ലേ? തിരക്കായിരുന്നു. മാലിക്കിന് ശേഷം പിന്നീട് എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട് അർച്ചിത്ത്? പിന്നീട് ഇപ്പൊ ഒരു 9 മൂവീസ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, അതിൽ മറക്കാനാകാത്ത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൂവി ഏതാ? ഇപ്പൊ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഭോജ്പൂരി മൂവിയാണ്, ഒരു മഹാദേവ് കാ ഗോരഖ്പൂർ എന്ന് പറഞ്ഞത്. ഭോജ്പൂരി മൂവിയാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മലയാളത്തിലോ? മലയാളത്തിൽ ഇപ്പൊ പുതിയതെണ്ണം ചെയ്യേണ്ട ചക്കാ പച്ച എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ആണല്ലേ? ഓക്കെ, അപ്പം മോന്റെ ഫൈറ്റ് ഉണ്ടോ അതിനകത്ത്? അടിപൊളി. ഇനി ഫൈറ്റ് ഒക്കെ പ്രത്യേകം പോയി പഠിച്ചോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അറിയോ ചെയ്യാനായിട്ട്? അവിടുന്ന് പഠിപ്പിച്ചു തന്നല്ലേ? ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു, എന്നിട്ട് പഠിപ്പിച്ചു. ഇടിച്ചിട്ടൊക്കെ എങ്ങനെ ഉണ്ട്? നല്ല രസമാണല്ലോ. അത് വീട്ടിൽ വന്ന് ഫൈറ്റ് നോക്കിയായിരുന്നോ ചേച്ചിയുടെ അടുത്ത്? നോക്കിയില്ല, ചേച്ചി തിരിച്ചടിക്കും അല്ലേ? ഓക്കെ, അന്ത ഭയം ഇരിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് റേ എന്ന ആ ഒരു മ്യൂസിക്കൽ ആൽബത്തിലേക്ക് വരാം. സുഷിൻ ശ്യാം എന്ന മ്യൂസിഷ്യന്റെ കൂടെ ചെയ്ത ഒരു മ്യൂസിക്കൽ ആൽബമാണ് റേ. അപ്പൊ അതില് ഏലിയൻ ഫ്രണ്ടിന്റെ കൂടെയുള്ള അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏലിയൻ ഫ്രണ്ട് കൂടെ നല്ല രസമായിരുന്നു. ശരിക്കും മുഖം കണ്ടിരുന്നില്ല, എന്താ വെച്ചാ എപ്പോഴും മേക്കപ്പ് ആയിരുന്നു. അയ്യോടാ, ഇതുവരെ ശരിക്കുള്ള മുഖം കാണാൻ പറ്റിയിട്ടില്ലേ? അപ്പോ ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല, ഫോട്ടോസിലൊക്കെ കാണാറുണ്ട്. ആണല്ലേ? കോണ്ടാക്ട് ഉണ്ടോ? കോണ്ടാക്ട് ഉണ്ട്, ഇൻസ്റ്റയിൽ കൂടെ. ഏലിയൻ ഫ്രണ്ടിന്റെ പേരെന്താ? രാമു എന്നാണല്ലേ? രാമു ഏത് നാട്ടുകാരനാ? കോഴിക്കോടുകാരൻ തന്നെയാണോ? അല്ല, അതറിയില്ലല്ലേ? ഓക്കെ. പാട്ടിനകത്ത് വന്ന ഏലിയൻ ഫ്രണ്ടിനെ പോലെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ഏലിയൻ ഫ്രണ്ട് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഉണ്ട്. വന്നിട്ട് അവരുടെ ഫ്രണ്ട്സ് ആകാൻ നോക്കും. എന്നിട്ട് നമ്മൾ ബഹിരാകാശത്തൊക്കെ കറങ്ങാൻ പോകും, സ്പേസിലൊക്കെ പോകും അല്ലേ? പാട്ട് കണ്ടിട്ട് എല്ലാരും എന്ത് പറഞ്ഞു അർച്ചിത്തിന്റെ ആക്ടിങ്ങിനെ പറ്റി? എല്ലാവർക്കും നല്ല ഇഷ്ടായി അല്ലേ? ഓക്കെ. സുഷിൻ ശ്യാം എന്ത് പറഞ്ഞു? സുഷിൻ അങ്കിളെ ഇപ്പൊ ഒരു ഷൂട്ടിന് ഫോറം മോളിൽ കണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ എന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് അടുത്ത് വന്നിട്ട് സംസാരിച്ചല്ലേ? നമ്മൾ അങ്ങോട്ട് പോയി, നമ്മൾ രണ്ടാളും കൂടി സംസാരിച്ചു. അടുത്ത ഒരു പാട്ട് വരുന്നുണ്ട്, അതിൽ അഭിനയിപ്പിക്കാന്ന് വല്ലതും പറഞ്ഞോ? അങ്ങനെയൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. എന്തായാലും ഇനി ചാൻസ് കിട്ടുമ്പോ പറയണേ, പാട്ട് വല്ലതും വന്നിട്ടുണ്ടോ ആംഗിളേന്ന് ചോദിക്കണേ. അപ്പൊ എന്തായാലും എനിക്ക് ഈ പാട്ട് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ബ്ലൂ കളറിലെ ഹെയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനേ അർച്ചിത്തിന്റെ ഹെയർ കളർ കണ്ടിട്ട് ഇനി ഞാൻ എങ്ങനെ ഹെയർ കളർ ചെയ്താലോ എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. അത് കണ്ടിട്ട് ചേച്ചിയൊക്കെ എന്ത് പറഞ്ഞു? ചേച്ചിക്ക് ആദ്യം അത്ര ഇഷ്ടായില്ല, പിന്നെ കൊറേ ദിവസം കഴിഞ്ഞപ്പോ നല്ല ഇഷ്ടായി.
നല്ല ഇഷ്ടമായല്ലേ? കുറച്ച് ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ പതിയെ ഭംഗിയുള്ളതായിട്ട് പുള്ളിക്കാരിക്ക് തോന്നി തുടങ്ങി അല്ലേ? അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞു? അച്ഛന് ആദ്യം കുറച്ച് ഒരു മടിണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ അടിച്ചപ്പോ നമുക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമായി. നല്ല ഇഷ്ടായി. ഈ കളർ വെച്ചിട്ട് സ്കൂളിലൊക്കെ പോയായിരുന്നോ? ഹെയർ കളർ ബ്ലൂ. എന്നിട്ട് എന്ത് പറഞ്ഞു സ്കൂളിലൊക്കെ ഫ്രണ്ട്സും ടീച്ചേഴ്സ് ഒക്കെ? സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് നല്ല ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് പേരൊക്കെ ഉണ്ടാക്കി. പേരുണ്ടാക്കി? എന്ത് പേരായിട്ടെ? ബ്ലൂബെറി പൈ എന്നിട്ട്. ബ്ലൂബെറി പൈയോ? ഓക്കെ. എന്നിട്ട് ഇപ്പൊ കളർ മാറിയിട്ട് ഇപ്പോഴും ആ പേരുണ്ടോ? ഇപ്പൊ ആ പേര് ആരും വിളിക്കാറില്ല. ഇപ്പൊ ആ പേര് വിളിക്കാറില്ല. അത് ആ സംഭവം എന്തെന്ന് വെച്ചാൽ ആ കളർ അങ്ങ് മാറിയില്ല. ഇനിയിപ്പോ ബ്ലാക്ക്ബെറി എന്ന് വിളിക്കും ചിലപ്പോ. ബ്ലൂബെറി മാറി ബ്ലാക്ക്ബെറി. ഓക്കെ. അപ്പൊ ഇനി പുതിയ ഏത് സിനിമയൊക്കെയാ വരാനുള്ളേ? ചത്തപ്പച്ച. ഓക്കെ. പിന്നെ ഒരു ബ്ലൂ 52 എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്, ഇംഗ്ലീഷ് അല്ലേ? എന്റെ പൊന്നെ, ഹോളിവുഡ് വരെ പോയല്ലേ? ഓക്കെ. അപ്പൊ വലുതാവുമ്പോൾ ഏത് ഇൻഡസ്ട്രിയിലാണ് മെയിൻ ആയിട്ടും സ്റ്റാർ ആയിട്ട് നിൽക്കാൻ ആഗ്രഹം? അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയിലും ഒരുപോലെ തിളങ്ങാനാണോ ആഗ്രഹം? എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങ് തിളങ്ങി നിൽക്കണം, എല്ലാരും അറിയണം അല്ലെ? അർച്ചിത് അഭിലാഷ് എന്ന പേര്. അപ്പൊ എന്തായാലും മോനെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ആ ഒരു ഡ്രീം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു അടിപൊളി ആക്ടർ ആയിട്ട് മാറട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളുമായിട്ട് ഈ ഒരു ഷോയിൽ വന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ ഇനി ഇറങ്ങാനുള്ള സിനിമയെ പറ്റി നമ്മുടെ ശ്രോതാക്കളോട് എന്താ പറയാനുള്ളേ? ഉറപ്പായിട്ടും എല്ലാരും കാണണം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നും പറയണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90-ൽ. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.